പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് വന്നേ. അവിടെ ചെന്നപ്പോഴും കുഞ്ഞമ്മ ഒരു കുപ്പി വൈനും കേക്കും കൊണ്ടുവന്ന് തന്നു. നമ്മുടെ ഇവിടെ ക്രിസ്മസിൻ്റെ സമയത്ത് ഏത് വീട്ടിൽ പോയാലും ഈ ഒരു ഐറ്റം കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് പോയി കയറിയപ്പോൾ അവിടെയും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും. പിന്നെ ചിക്കൻ ഫ്രൈ മാത്രം എടുത്ത് കഴിച്ചു, വയറ് നല്ല ഫുള്ളായിരുന്നല്ലോ. ഇങ്ങോട്ട് എപ്പോൾ വന്നാലും ഞാൻ പപ്പായും മമ്മിയും കണ്ടിട്ടേ പോകത്തോളെ. പപ്പായും മമ്മിയും എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരായിരുന്നു. അവിടുത്തെ ചേച്ചിമാർ വിളിക്കുന്ന കേട്ടിട്ട് ഞാനും അങ്ങനെ തന്നെ കേട്ടോ അവരെ വിളിക്കുക. പക്ഷേ അവിടെ പപ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ, മമ്മീനെ മാത്രമേ കണ്ടോളേ. ദാ ആ കാണുന്ന കേട്ടോ കൊല്ലം ബീച്ച്. നമുക്ക് അത്ര ദൂരമേ ഉള്ളൂ ബീച്ചിലോട്ട് വരാനേ. ഈ കാണുന്ന പാർക്കിംഗ് ഏരിയയിലെ പണ്ടൊക്കെ ഫുള്ള് കാറ്റാടിമരമായിട്ട് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ്റെ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി വന്നിട്ട് ചേച്ചിയും ശ്രദ്ധയും കൊണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലില്ലാത്ത സമയത്ത് നാട്ടിൽ വരുമ്പോൾ എല്ലാവരുടെ വീട്ടിൽ പോയി കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ബീച്ചിലാണെങ്കിൽ എന്തൊരു തിരക്കെന്ന് പറഞ്ഞാലും പോരാ. ഒന്നാമത് ക്രിസ്മസ് വെക്കേഷൻ, പിന്നെ നാളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കിൽ അങ്ങനെ ആകെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ബീച്ചിൽ പരിചയമുള്ള കുറേ ആൾക്കാർ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ കുറേ നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉപ്പിലിട്ടേക്കുന്ന മാങ്ങയും നെല്ലിക്കയൊക്കെ കണ്ടത് അച്ചുട്ടി. അങ്ങനെ കാരയ്ക്ക കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ലവ്ലൂരിക്കും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതുമൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങളതൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ അവിടെ ജിത്തുവിന് പട്ടം വാങ്ങി കൊടുക്കുന്നത് കണ്ടത്. പട്ടം ഞാൻ പണ്ടൊക്കെ പറത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് പറത്താനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കഷ്ടപ്പെട്ട് എൻ്റെ പട്ടം ഉയരുന്നേ ഇല്ലായിരുന്നു. പിള്ളേരടുത്താണെങ്കിൽ ഭയങ്കരമായിട്ട് വീരവാദമൊക്കെ പറഞ്ഞു, എനിക്കാണെങ്കിൽ പട്ടം പറത്താൻ അറിയാമെന്നൊക്കെ. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ പിള്ളേരടുത്ത് നാണം കടണ്ടല്ലോ എന്ന് വെച്ചിട്ട് പട്ടമൊക്കെ പറത്തി കേട്ടോ. ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കല്ലുംതാഴത്തുള്ള ജാവീസ് സിനിമ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൽ പോയാലുണ്ടല്ലോ നമുക്ക് തിയേറ്ററിൽ പോയിരിക്കുന്നൊരു ഫീൽ കിട്ടും. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചേട്ടൻ്റെ കൂടെ ഹോട്ടലിൽ പോയ ടേബിൾ നിറയെ ഇങ്ങനെ സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ പേരറിയാത്ത സാധനങ്ങളും പേരറിയുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പേരറിയുന്ന സാധനങ്ങൾ മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. കാരണം ഉച്ചത്തെ ഫ്രൈഡ് റൈസും ചിക്കനും ഒന്നും ഞങ്ങൾക്ക് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് അതുമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പതുക്കെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ.